ഹലോ ഫ്രണ്ട്സ്, കുറച്ച് പേരായി എന്നോട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ് ഡോണറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡോണറ്റ്സ് ഒരു ജങ്ക് ഫുഡാണ്. അതായത് അതിൽ ന്യൂട്രീഷൻ വാല്യൂ ഒന്നും തന്നെ ഇല്ല, കാരണം അത് മൈദയും പഞ്ചസാരയും വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൽ ഫൈബർ അടങ്ങിയിട്ടില്ല. പിന്നെ നമ്മളത് എണ്ണയിൽ വറുത്ത് പൊരിച്ചെടുക്കുന്നത് കൊണ്ട് അതിൽ ഫാറ്റ് കണ്ടൻറ്റും വളരെ കൂടുതലാണ്. ഞാൻ പൊതുവേ മൈദയും പഞ്ചസാരയും ഇല്ലാത്ത റെസിപ്പീസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാൾ ഡോണറ്റ്സിൻ്റെ റെസിപ്പി ഇടാതെ ഇരുന്നത്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഡോണറ്റ്സ് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മാക്സിമം ഹെൽത്തി ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ മൈദയോ പഞ്ചസാരയോ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ പൊങ്ങാനായിട്ട് ഈസ്റ്റും ചേർത്തിട്ടില്ല. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡാണ് ബേക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് സാധാരണ ബേക്ക് ചെയ്യാറുള്ള പോലെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡോണറ്റ്സ് കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ പറ്റും കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. 1.25 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വളരെ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് മതി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തു. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം നന്നായിട്ട്. 3ഉം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിക്കുമ്പോൾ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ് ചേർക്കണേ. 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഇത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് എടുക്കാം. ഈ ബട്ടറും കൂടി ചേർത്തിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഏത് ഷുഗർ ആണെങ്കിലും ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. നല്ല കട്ട തൈര് 1/4 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് കുഴഞ്ഞ് വരും തൈരും കൂടി ചേർക്കുമ്പോൾ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാനൊരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കുറേശ്ശെ കുഴച്ചെടുക്കാം. മുഴുവനായിട്ട് ആദ്യം ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മളിതിലേക്ക് പാല് ചേർക്കുമ്പോൾ ചെറു ചൂടോട് കൂടിയിട്ടുള്ള പാല് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. അധികം ചൂട് വേണ്ട, നമുക്ക് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂട്. ഇതിപ്പോൾ എനിക്ക് 1/4 കപ്പ് പാലാണ് ആവശ്യം വന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കുറേശ്ശെ ഒഴിച്ച് അതുപോലെ 2 മിനിറ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം, ഇത്രയും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇതിൽ നിന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് ആയി നമ്മൾ അടച്ചു വെച്ചിട്ട്. ഇനി ഇതെടുത്ത് നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് കുഴയ്ക്കാം. ഇനി ഇത് നമ്മൾ പരത്തി ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഈ ഷീറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അധികം തിക്കുമല്ല, എന്നാൽ അധികം കട്ടി കുറയ്ക്കും വേണ്ട.
ഇപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാനായിട്ട് റൗണ്ട് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഡോണറ്റ് ആകുമ്പോൾ ഇതിൻ്റെ നടുവിലും കൂടി കട്ട് ചെയ്യണം. നടുവിൽ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാൻ വേറൊരു കുപ്പിയുടെ ചെറിയ അടപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുവിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഡോണറ്റ്സ് എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ അളവിൽ നിന്ന് 8 ഡോണറ്റാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഡോണറ്റും ഒരു ചെറിയ ബോളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോണറ്റ് ബോൾസ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഡോണറ്റ് മോളൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്, സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. ഇനി ഡോണറ്റ്സ് സാധാരണ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യാറ്. മുറുക്കൊക്കെ വറുക്കാറുള്ള മാതിരി നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഡോണറ്റ്സ് ചെയ്യാറ്. ഞാനിന്ന് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണയിൽ വറുക്കാതെ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. എണ്ണയിൽ വറുക്കുന്നവരാണെങ്കിൽ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മുറുക്കൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ എണ്ണ ചൂടാവുമ്പോൾ ഓരോ ഡോണറ്റായിട്ട് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊങ്ങി ഒന്ന് കളറായിട്ട് വരും. അപ്പോൾ എടുത്ത് കോരി മാറ്റാം. ഇനി ഇത് ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കൺവെക്ഷൻ ഓവൻ, അതായത് മൈക്രോവേവ് ഓവൻസ്, കൺവെക്ഷൻ ഓവൻ ഉള്ളവർക്ക് അതിലും ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം ഓവൻ. അപ്പോൾ 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. 10 മുതൽ 12 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ആവാനായിട്ട്. അപ്പോൾ ആദ്യം 12 മിനിറ്റ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ കൺവെക്ഷൻ ഓവനിൽ ചെയ്യണവരാണെങ്കിൽ ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക ആയിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ വീണ്ടും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. ഡോണറ്റ് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പല ഡിപ്പുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 1-2 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത്. ഇനി ഡോണറ്റ് മുക്കാനുള്ള ചോക്ലേറ്റ് ഡിപ്പ് ഉണ്ടാക്കാനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. ഇനി അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ചോക്ലേറ്റ് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളം വെക്കാൻ പാടുള്ളൂ. നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറവിലേക്ക് മാറ്റുക. എന്നിട്ട് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം ചോക്ലേറ്റും എടുക്കാം. ഈ ചോക്ലേറ്റ് ഈ വെള്ളത്തിൻ്റെ ആവി കൊണ്ട് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരണം. ഇതുപോലെ ചെറിയ പീസസ് ആക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. നമ്മൾ വെള്ളത്തിൽ വെക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രം വെക്കുക. ആ വെള്ളം നന്നായി ചൂടാവുമ്പോൾ ആ വെള്ളം ഇതിലേക്ക് കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കണം. നന്നായി ഉരുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി തിക്കായിട്ട് വരും. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഗ്ലേസ്. ഇതിലാണ് നമ്മൾ ഡോണറ്റ് മുക്കിയെടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് ഗ്ലേസ് റെഡിയായി. ഇപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല, കാരണം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉരുക്കിയെടുത്ത അപ്പോൾ തന്നെ നമ്മൾ ചോക്ലേറ്റിലേക്ക് ഡോണറ്റ് മുക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തിക്കായിട്ട് പോകും. ഡോണറ്റിൻ്റെ മുൻഭാഗം ഇതിലേക്ക് മുക്കുക. കൈ ഇതുപോലെ വെച്ച് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഡോണറ്റ് മുക്കിയെടുക്കുക. ഇത് ഉണങ്ങും തോറും ഈ ചോക്ലേറ്റ് തിക്കായിട്ട് വന്നോളും. ചോക്ലേറ്റ് സ്പ്രെഡാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഷുഗർ ഫ്രീ ചോക്ലേറ്റ് സ്പ്രെഡ്. ഡോണറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ വരും. കുറച്ച് എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വെള്ള എള്ള്. ഇത് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ മതി. കുറച്ച് ഒന്നിട്ട് കൊടുക്കാം. അടുത്ത ഡോണറ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തു. അതിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സിനമൺ പൗഡറാണ്, അതായത് നമ്മുടെ പട്ടയുടെ പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ ഞാൻ എടുത്തിരിക്കുന്നത് കെയിൻ ഷുഗറാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു പ്ലേറ്റിൽ പാലെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് അതിൽ ഡിപ്പ് ചെയ്യുക. തിളപ്പിച്ച് വെച്ച പാല് ചൂടാറിയതാണ്.
ഡിപ്പ് ചെയ്തതിന് ശേഷം നേരെ ഈ പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും ഈ പട്ടപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഷുഗർ മാത്രം മതി, ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് അതിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഓയിലൊന്നും ഇല്ലാണ്ട് ഹെൽത്തി ആയിട്ട് ഡോണറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.